മക്കളെ, ജെറൂസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പലവിധ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ, യുവാക്കന്മാരെ സംബന്ധിച്ച് ജോലി കിട്ടാത്ത അവസ്ഥ, മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കുടുംബകാര്യത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ. ഇതിൻ്റെ നടുവിലാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയ്ക്കായി കാത്തു നിൽക്കുന്നത്. ഇന്ന് ഈശോ തരുന്ന വചനം ഏശയ്യായുടെ പുസ്തകം 51-ാം അധ്യായം 7-ാം വാക്യം. മനുഷ്യരുടെ നിന്ദനങ്ങളിൽ നിങ്ങൾ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. പ്രിയപ്പെട്ട മകളെ, ഭയപ്പാട് എടുത്തു മാറ്റുന്നവനാണ് ഇന്ന് നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. വെറും വട്ടപൂജ്യമായിരുന്നവരെ സംപൂജ്യരാക്കി മാറ്റാൻ യേശു കർത്താവിന് സാധിക്കും. പഠനത്തിലോ പരീക്ഷകളിലോ കാര്യമായ മാർക്ക് വാങ്ങിക്കാത്ത കുട്ടികൾ ഉന്നതരായി വിജയം നേടുന്നത് കാണുന്നില്ലേ? കുടുംബത്തിലോ മറ്റു മേഖലകളിലോ ഒരു വിജയം നേരാത്ത മക്കൾക്ക് വിജയത്തിൻ്റെ ജേതാക്കളായി മാറുന്നത് കാണുന്നില്ലേ? അപമാനത്തിൽ തുടങ്ങിയവര് അഭിമാന പാത്രങ്ങളായി മാറുന്നത് കാണുന്നില്ലേ? തഴയപ്പെട്ട വ്യക്തികൾ താരങ്ങളായി മാറുന്നത് കാണുന്നില്ലേ? ആരാണിത് തരുന്നത്? വചനമാകുന്ന യേശുവാണ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ക്ലാസ് മുറിയിൽ നീ തിരസ്കൃതയായിരിക്കാം. ഒരുപക്ഷെ നിന്റെ പഠനഗ്രഹത്തിൽ കുട്ടികളുടെ ഇടയിൽ നീ തഴയപ്പെട്ടവളായിരിക്കാം. ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കന്മാർ നിന്നെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ലായിരിക്കാം. ദൈവമായ കർത്താവ് പറയുകയാണ്, നിന്റെ നിന്ദനങ്ങളിൽ നീ ഭയപ്പെടരുത്, നിന്റെ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയും വേണ്ട. കർത്താവായ ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഇന്നത്തെ ശുശ്രൂഷ അനേക മക്കൾക്ക് എത്തിച്ചു വരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.